സ്വാതി ബെഡായിലേക്ക് ഏവർക്കും സ്വാഗതം. ബെഡായി ഇന്ന് തിരുവാതിരയ്ക്കൊപ്പമാണ്. ഈ തിരുവാതിര വ്രതം എടുക്കുന്ന സമയത്ത് സ്ത്രീകൾ ഉറങ്ങാൻ പാടില്ല എന്നാണ് ഐതിഹ്യം. ഉറങ്ങാതിരിക്കുന്നതിന് വേണ്ടി പരമശിവൻ അസുരഗണങ്ങളെ യാത്ര അയക്കുകയാണ്. അത് ചപ്പല ധരിച്ചിട്ടുള്ള ആളുകൾ കാലൻ, ചിത്രഗുപ്തൻ, മുത്തശ്ശി എന്നീ വേഷാധാരണത്തോടുകൂടി വീടുകളിൽ കയറി തിരുവാതിരക്കളി നടത്തി സ്ത്രീകളെ ഉണർത്തുക എന്നുള്ളതാണ് ചോഴിയുടെ ഐതിഹ്യം. പാട്ട് പാടാണ്ട് പണ്ടത്തെ പോലെ വയ്യ. അതെ, പാട്ട് പാടുന്ന കേൾക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് ഇരിക്കുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ശ്രുതി ഒന്നും ശരിയല്ല. കടന്നു പൂത്തിരവാതിര വന്ന കാലം, കുന്നിറങ്ങി പകൽ പോയ നേരം, അന്തിമങ്ങുള്ളവും മഞ്ഞുനേരം, തേക്കും തളിർത്തു തെന്മാവിനൊപ്പം ആതിരാവിൽ തണുപ്പുരുക്കാൻ ആളുന്ന പന്തവും മാർത്തുമായി, താളത്ത് ചോടുവെച്ചാരു പോരുന്നു, താഴെ തൊടി കടന്നെത്തുന്നു. മുത്തിയും ചോഴിയും ഒരു തിരുവാതിര കൊളാഷ്. സ്വാതി ബെഡായി ഇപ്രാവശ്യം തിരുവാതിരയ്ക്കൊപ്പം ഏവർക്കും സ്നേഹ സ്വാഗതം. ആദ്രമേതനുമാസ രാവുകളിലൊന്ന് ആതിരവരും പോകുമല്ലേ സഖി. കുമാരേട്ടനോ? ഇത് നല്ല ഫോമിലാണല്ലോ. എടാ, കുമാരേട്ടൻ എന്നും നല്ല ഫോമിലാണ്. ഇന്ന് തിരുവാതിരയായതുകൊണ്ട് ഞാൻ കാവ്യാത്മകമായ ഒരു ഫോമിലാണ്. ആതിരവരും പോകും അല്ലേ സഖി. അതെ അല്ല, നീ തിരുവാതിരയാണ്. തിരുവാതിര എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്കൊക്കെ തിരുവാതിര ഉണ്ടല്ലോ. തിരുവാതിര എല്ലാവർക്കും ഇല്ല. കേരളം മൊത്തമായി ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ല തിരുവാതിര. ഇതിലൊരു വേൾഡ് വൈഡ് കൾച്ചർ നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെന്ന് നോക്കെ. പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ട ഓണത്തിന്റെ ഒരു സ്കെയിൽ വെച്ച് നടന്നു നോക്കുമ്പോൾ 2 ജനറേഷൻ ഗ്യാപ്പുകളുടെ നടുക്ക് അന്തം വിട്ട് നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ഈ തിരുവാതിരയെ ഞാൻ കാണുന്നത്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അതിങ്ങനെ നിന്ന് സംസാരിച്ചാൽ പറ്റില്ല, നമുക്ക് ഇത്തിരി ഇരുന്ന് സംസാരിക്കാം. സാംസ്കാരികമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ചില കവികളൊക്കെ കക്കാടിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ചില കവിതകൾ പാടിയിട്ടുണ്ടെന്നല്ലാണ്ട് ഗദ്യത്തിലധികം പരാമർശിക്കപ്പെടാത്ത ഒരു സംഭവമാണ് തിരുവാതിര. അങ്ങനെ വരാൻ വഴിയില്ല. നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിൽ ശ്രീധരൻ തിരുവാതിര ആഘോഷിക്കണതും ചോഴിയുടെ കഥയൊക്കെ ഗംഭീരമായിട്ട് പറയണില്ലേ? ശ്രീധരൻ ചോഴിയിട്ടാൻ പോണത് അല്ലേ? ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള തിരുവാതിരയാണ് ശരിക്കുള്ള തിരുവാതിര. അല്ല, ഇപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള തിരുവാതിരക്ക് എന്താ പ്രത്യേകത? നിർത്തി അതെ, ഈ ഹൃദയം സ്പോഞ്ച് പോലെയാണ്. അതുകൊണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല. അതെന്താ കാരണം അറിയോ? സിഗരറ്റ് വലിക്കണത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ ചോട്ടിൽ ഞാൻ സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി കാണിക്കേണ്ടി വരും. അപ്പം ഞാൻ സിഗരറ്റ് വലിക്കില്ല, കുഴപ്പം. നിങ്ങൾ കള്ളുടിച്ചാലും കുഴപ്പമില്ല. കള്ളിൻ്റെ പ്രശ്നം എന്താ വെച്ചാല്, കള്ള് ഞാൻ ഇവിടെ വന്നിട്ട് കുപ്പി തുറന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടല്ല കുടിക്കണത്. ഞാൻ കുടിച്ചിട്ട് വരികയാണ്. അതായത് വയറ്റിൽ കിടക്കുന്ന മദ്യം ഉണ്ടല്ലോ, അത് സെൻസർ ബോർഡിന് അറിയേണ്ട ആവശ്യമില്ല. അതാണ്. അല്ല, അപ്പൊ കുമാരേട്ടന്റെ കാലത്തെ തിരുവാതിരയുടെ വിശേഷങ്ങൾ പറയുന്നത്? അന്ന് കാലാവസ്ഥ പോലും അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ ഈ തിരുവാതിരയിലിരിക്കുകയാണല്ലോ വേർത്ത് കുളിച്ചിട്ട്. അന്ന് കിട്ടുകിട്ടാന്ന് കുറയ്ക്കുന്നതാണ്. ഞങ്ങളൊരു കോളനിയിലെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കാളിയമ്മയാണ് ഞങ്ങൾ ലീഡുണ്ടായിരുന്നു. കാളിയമ്മായി പുലർച്ചെ നീറ്റിട്ട് തൊണ്ടൊക്കെ ശരിയാക്കി 5:30 കട്ടയ്ക്കൊരു പിടുത്താണ്. ഒന്നാനാഞ്ചാരപ്പറമ്പിൽ ഒന്നല്ലേമ്പോ മയിലിറക്കും, മയിലിനൂടെ അടങ്കാണ, കുയിലിനൂടെ കുക്കു കേക്കാം. ഇങ്ങനൊരു ശബ്ദങ്ങൾ വരുമ്പോഴേക്കും തൊട്ടാൽവക്കത്തുള്ള പെൺകുട്ടികള്, തള്ളാര്, കുട്ടികള്, ഈ ചെറുപ്പക്കാർ എല്ലാവരും കൂടി അവിടെ വരും. ഒരു 10-40 ആൾക്കാർ ഉണ്ടാവുക. എല്ലാവരും കൂടി തിരുവാതിര വിളിക്കാൻ പോവുകയാണ്. തിരുവാതിര അന്നല്ല, തിരുവാതിരയുടെ ഒരു 7 ദിവസം മുമ്പൊക്കെ ഈ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ടാവും. അതും മാത്രമല്ല, ഞങ്ങളിങ്ങനെ തിരുവാതിരയ്ക്ക് അങ്ങോട്ട് പോവുക. അപ്പം നമ്മൾക്ക് കുട്ടികളാണ്. അങ്ങോട്ട് പോകുമ്പോൾ ശബരിമല അയ്യപ്പന്മാർ കുടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ശബരിമല സീസണാണ്. അങ്ങനെ ഈ പാട്ടും ശരണമയ്യപ്പ എല്ലാം കൂടി കളന്നിട്ടുള്ളൊരു വൈബ് അതൊക്കെ ഉണ്ടോ
അവരൊക്കെ പരമ്പരാഗതമായിട്ട് ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഇത് എപ്പോഴും ഉണ്ടേ. നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടേ. എവിടെ? നിങ്ങൾ വരും, ഞാൻ കാണിച്ചു തരാലോ. എന്നാ നീക്ക്, എന്നാ പിന്നെ പോയിട്ട് തന്നെ കാര്യം. അല്ല, എങ്ങോട്ടാ നമ്മൾ പോണത്? ഇവിടെ 2-3 തരത്തിൽ ചോഴി കെട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പരമ്പര നെടുങ്ങോട്ടൂരുണ്ട്, പിന്നെ ഒന്ന് കവളപ്പാറയാണ്. അതെല്ലേ. ഇപ്പൊ നെടുങ്ങോട്ടിൽ എവിടെ? നെടുങ്ങോട്ടൂര് നമ്മുടെ കോഴിശ്ശേരി മനക്കില് കോഴിശ്ശേരി ദേശച്ചോഴിയുടെ പരിപാടി ഉണ്ട്. പിന്നെ കവളപ്പാറ അല്ലെങ്കിൽ പിന്നെ മുണ്ടായില് ദേശച്ചോഴി ഇറങ്ങുന്നുണ്ട്. ആ വഴിക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ജനകീയ ചോഴികളുടെ ഇടയിലേക്കാണ് യാത്ര. അതെ അതെ. രണ്ട് ഐതിഹ്യങ്ങളുണ്ട്. ഏറ്റവും പ്രബലമായതെന്ന് പറഞ്ഞാൽ പണ്ട് പാലാഴി പതിനെക്കാലത്ത് കാളകൂട വർഷം വസുക്കി കാളകൂട വർഷം ചീറ്റുകയും ശിവനത് ഭൂമി നശിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ അത് ചങ്കിൽ അത് ശിവന്റെ അകത്ത് പോയാൽ ശിവൻ മരിച്ചു പോകുന്നുള്ള ഭയത്തിൽ പാർവതി ദേവി കഴുത്ത് പിടിച്ച് പൊക്കി നിർത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് പാർവതി ദേവി രാത്രി ഉറക്കൊഴിഞ്ഞ് നോൻപെടുത്ത് തിരുവാതിര നോറ്റിട്ടാണ് ശിവൻ പൂർണ്ണ ആരോഗ്യവാനായി തീർന്നത്. അതാണ് ഒരു ഐതിഹ്യം. കാമദേവന്റെ ഭരണമായി ബന്ധപ്പെട്ട് കാമദേവനെ കൊന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പിന്നെ കാമല്ലെങ്കിൽ വംശ ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ സ്ത്രീകളൊക്കെ കൂടി ജപിച്ച് നോമ്പ് തൊട്ട് ജപിച്ചതാണ് രണ്ടാമത് കാമനെ പുനരുജ്ജീവിച്ചത്. അത് ആ നോൻപിൻ്റെ ഒരു ഐതിഹ്യം കൂടിയാണ്. നേരത്തെ വരുന്ന ഐതിഹ്യങ്ങളുടെ നിലവിലുള്ള കാവലാളുകൾ. അപ്പൊ ഇത് പരമ്പരാഗത ചോഴി. പക്ഷെ ഈ ന്യൂ ജനറേഷൻ ചോഴിയുടെ അങ്ങനെ പുത്തങ്കളത്തിൻ പടികടന്ന് പൂത്തിരുവാതിര വന്ന കാലം ഉന്നിറങ്ങി പകൽ പോയ നേരം. ഉണ്ടിരിക്കുന്നവരുടെ ഉത്സവങ്ങൾക്കും ഉണ്ണാനില്ലാത്ത കാലത്തെ ഉത്സവങ്ങൾക്കും വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഉത്സവങ്ങളിൽ നിന്ന് ആത്മാവ് ചോർന്നു പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് സ്വാധീപടായി വിശ്വസിക്കുന്നു. തിരുവാതിര വന്ന കാലം കുന്നിറങ്ങി പകൽ പോയ നേരം അന്തിമോഴവും ആയ നേരം. തിരുവാതിരയെ കുറിച്ച് ഇത്രയ്ക്ക് ഡീപ്പായിട്ട് ഒരു കവിത എഴുതാൻ ഓർമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ പുത്തങ്കളത്തിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇങ്ങനെ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പ്രചോദനമായി നിന്ന പാപ്പുള്ളി സുരേന്ദ്രൻ, പാപ്പുള്ളി സോമേട്ടൻ, എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സുധി, ഇതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ അയച്ചു തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള കാരക്കാട് ജയപ്രകാശ്, പാട്ട് പാടി തന്നിട്ടുള്ള ഷീബാനിൽ, അങ്ങനെ ഇതിലുമായി അഭിനയിച്ച കുട്ടികളടക്കമുള്ള ആർട്ടിസ്റ്റുകൾക്ക്, ഈ ചോഴി കെട്ടിയിട്ടുള്ള കലാകാരന്മാർക്കും സ്വാതിപടായിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. സന്തോഷം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. വിശേഷമായി വീണ്ടും കാണാം. സ്നേഹം, സന്തോഷം.